യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. പലരുടെയും ഉള്ളിലൊരു ചോദ്യമാണ്, ദൈവം എന്നെ മറന്നോ? ദൈവം എന്നെ ഉപേക്ഷിച്ചോ? നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയം മനസ്സിനെ വല്ലാതെ നോവിപ്പിച്ചപ്പോൾ ഓർത്തുപോയി, ചോദിച്ചുപോയി, കർത്താവേ എന്നെ മറന്നോ? കർത്താവ് നിന്നോട് സംസാരിക്കുക. ഞാൻ നിന്നെ മറന്നു ചില വിഷയത്തിൽ, പക്ഷേ എന്നും മറന്നിരിക്കത്തില്ല. നിന്നോട് ദൈവം ഉടനെ മഹാകരുണ കാണിക്കും. ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുക, ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കാൻ സമയമായി. നീ എന്തുമാത്രം ദുഃഖിച്ചോ, എന്തുമാത്രം വിഷമിച്ചോ, എന്തുമാത്രം സങ്കടപ്പെട്ടോ, അതിന് തത്തുല്യമായ ഒരു മറുപടി നിന്റെ കൂടാരത്തിനകത്ത് ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. ബൈബിൾ വായിക്കുക, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. മഹാകരുണയോടെ. ബൈബിൾ വാക്യമുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നും. ദൈവം നിന്നെ നോക്കി സംസാരിക്കുക. നിന്നോട് കരുണ തോന്നാൻ സമയമായി. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നോട് കരുണ കാണിച്ചു എന്ന് പലരോടും സാക്ഷ്യപ്പെടുത്തത്തക്ക രീതിയിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കാൻ പോവാം. നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കി രട്ടടിച്ച് സന്തോഷം മുടിപ്പിച്ച് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ട് എന്നുള്ള വചനം നിന്റെ കൂടാരത്തിനകത്ത് നിവർത്തിയാകത്തക്ക രൂപത്തിൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് മഹാകരുണ കാണിക്കാൻ പോകുകയാണ്. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്നോട് മഹാകരുണ തോന്നണമേ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളോട് മഹാകരുണ കാണിക്കാൻ പോവാന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇന്ന് ഹൃദയം നൊന്ത് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് ദൈവം കരുണ കാണിക്കണം. നിറഞ്ഞ മനസ്സോടെ ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും ദൈവം നിന്നോട് കരുണ കാണിക്കും. God bless you.